സ്വാമി, മട്ടഞ്ചേരിന്ന് ക്രിസ്റ്റ്യൻ ടീമിനോട് ഇറങ്ങാൻ പറ. ഒരിക്കൽ ഞാൻ കൊല്ലാതെ വിട്ടതേ ഞാനെന്തിനാ, അന്നത് ചെയ്താൽ മതിയായിരുന്നു. ജീവൻ, നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എടാ, ഇപ്പൊ എടുത്തു ചാടി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഈ മീഡിയാസ് ഒന്നും നിന്നെ വെറുതെ വിടില്ല. ദേ, മീഡിയാസിന്റെ പ്രഷർ കൂടി കൂടി വന്നാ ഈ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഒന്നും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല. അച്ഛ പിന്നെ എന്ത് വേണമെന്ന് അച്ഛനീ പറയുന്നേ? അനന്തന്റെ കാല് പിടിക്കണം ഞാൻ പോയി. വാർത്ത കൊടുത്തവരുടെയൊക്കെ മുമ്പിൽ പോയി ഞാൻ തൊഴുതു നിൽക്കണം. ദേ, ഇപ്പൊ ഒരു ശാന്തത, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ആരെ എന്തു വേണമെങ്കിലും ചെയ്യാം. സ്വാമിക്ക് എന്താ തോന്നുന്നത്? ജയർ, രഘുസാറ് പറഞ്ഞതിലും കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാമി, പെട്ടെന്നൊരു പ്രൊവക്കേഷനിലേക്ക് പോയാ ആളുകളെ ബോധിപ്പിക്കാനാണെങ്കിലും സാറിനെ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചെയ്യട്ടെ സ്വാമി. അങ്ങനെ ജയാറിനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലേ കൊലപാതകം ഒരുപാട് കഴിഞ്ഞിരിക്കും സ്വാമി. അത് ജയാറിനെ അറിയുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. സാർ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഇൻകം സോഴ്സ്, നമ്മുടെ കമ്പനികളുടെ പ്രവർത്തന രീതി, പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം വിട്ടുപോയാൽ നമ്മളാകെ കുഴഞ്ഞു പോയില്ലേ സാർ? ജീവ, നമുക്കിപ്പോ ചെയ്യാവുന്ന ഒരു കാര്യം, ഇന്ന് വൈകുന്നേരം നമ്മളൊരു പത്രസമ്മേളനം വിളിക്കുന്നു എന്നതാ. എന്തിനാച്ചാ? അവന്മാരുടെ വൃത്തികെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊടുക്കാനോ? ഇരുന്നു കൊടുക്കണം. ചുറ്റും നടക്കുന്ന ഈ കോലാഹലങ്ങളൊന്നും ജെആറിനെ ബാധിക്കുന്നില്ലെന്ന് നീ കാണിച്ചു കൊടുക്കണം. പത്രസമ്മേളനത്തിൽ നീ കാണിക്കുന്ന പക്വത, ശാന്തത, അത് മാത്രം മതി ആളുകളൊക്കെ വിശ്വസിക്കാൻ. ടിവിയിൽ കണ്ടിട്ടില്ലേ, കൊല്ലാൻ ഒരു മടിയില്ലാത്തവര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പോലെ ഇരുന്ന് സംസാരിക്കുന്നത്? അതുപോലെ ഒരു മൂടുപടം, അതാണ് നമുക്ക് ആവശ്യം. കറക്റ്റാണ് സാർ. മീഡിയ പ്രസന്റേഷൻ സാറ് നന്നായിട്ട് നടത്തിയ ആളുകളിൽ ഒരു സംശയം ഉണ്ടാവും. ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്നൊരു സംശയം. പിന്നെ മീഡിയാസിനെ സാറ് ഫേസ് ചെയ്യാൻ കാണിച്ച ചങ്കുറ്റത്തെ പറ്റിയും ആളുകൾ നല്ല രീതിയിൽ സംസാരിച്ചോളൂ. തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇക്കാലത്ത് ഏറ്റവും നല്ല നടപടി അതാണ്. സ്വാമി, വൈകുന്നേരത്തേക്ക് മീഡിയാസിനെ അറേഞ്ച് ചെയ്യണം. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. സ്വാമി ചെല്ല്. ഓക്കെ സർ. ഇല്ല, ചതിച്ചവരെ കൊല്ലണം. കൊല്ലാനുള്ളവർക്ക് അവധിയില്ല. ആ ഒരു തിയറി നിന്ന് ജയാർ നീ ഞാനുണ്ടായത്, ഇതെല്ലാം ഉണ്ടായത്. ചിലരൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മരണം അവരുടെ തലയ്ക്ക് മുകളിലുണ്ട്. ജീവ മോനെ, വൈകുന്നേരത്തെ മീഡിയ പ്രസന്റേഷൻ നീ ഒന്ന് പ്രിപ്പയർ ചെയ്യ്. ഞാനും കൂടി ഇരിക്കാം.